السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യന് അവന്റെ കണ്ണ് തുറപ്പിക്കുന്ന, അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന ദൃഷ്ടാന്തങ്ങളും അതുപോലെ തന്നെ അവന് വഴികാട്ടുന്ന ദീപ്തമായ വേദ സന്ദേശങ്ങളുമെല്ലാം നൽകുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹു വേദനയേറിയ നരക ശിക്ഷയിലേക്ക് തള്ളിവിടുമെന്ന് അവസാനം പിന്നീട് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ പ്രത്യക്ഷത്തില് സ്രഷ്ടാവിനെ നിഷേധിക്കുന്നവനാണെങ്കിലും അവന്റെ പ്രകൃതത്തെക്കുറിച്ച് പിന്നീട് അള്ളാഹു പ്രവാചകന്മാരെയും നിഷേധിക്കുന്ന മനുഷ്യനെ തന്നെയും അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ് ഖുലിൽ ഹംദുലില്ലാഹ് ബൽ അക്തറുഹും ലാ യഅലമൂൻ. ഈ നിഷേധികൾ പ്രവാചകന്മാരുടെ ചുറ്റുപാടുകളിലാവട്ടെ, പ്രവാചകന്മാരെ പിൻപറ്റുന്ന മനുഷ്യരുടെ ഇടയിലാവട്ടെ, അവര് നിഷേധഭാവം കൊണ്ടും അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും നൃത്തമാടുമ്പോൾ ഇവർക്കൊന്നും പടച്ചവനെ പേടില്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായും അതുപോലെ തന്നെ നിഷേധാത്മകമായും പെരുമാറുന്നത് എന്ന് തോന്നുന്ന, വിചാരിക്കുന്ന വ്യക്തികളോടെല്ലാം അള്ളാഹു അവന്റെ പ്രകൃതി ബോധത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്. വലഇൻ സഅൽതഹും, നീ അവരോട് പോയി ചോദിച്ചു നോക്കൂ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ഭൂമിയെയും വാനലോകങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണ് എന്ന്. ലയഖൂലുന്ന അല്ലാഹ്, നിശ്ചയമായും അവർ പറയും അത് ഏകനായ സ്രഷ്ടാവാണ് എന്ന്. ഖുലിൽ ഹംദുലില്ലാ, നീ പറയണം അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും. ബൽ അക്തറുഹും ലാ യഅലമൂൻ, എന്നാൽ അധിക പേരും കാര്യം തിരിച്ചറിയുന്നില്ലല്ലോ എന്ന്. മനുഷ്യ പ്രകൃതത്തെ പടച്ചോന് പ്രവാചകന്മാരെ ആദ്യം പഠിപ്പിക്കുന്നു. നമ്മളും ഇന്നത് ആ വചനങ്ങളിലൂടെ പഠിച്ചറിയുന്നു. വാസ്തവത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ലോകത്ത് ദൈവദൂതന്മാരാരും തന്നെ ദൈവം ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നവരല്ല. ഉണ്ട് എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിദത്തമായ ബോധാണ്. വലഇൻ സഅൽതഹും, നീ അവരോട് പോയി ചോദിച്ചു നോക്കൂ എന്ന് പടച്ചോന് ആദ്യം ഉപദേശിക്കുന്നത് പ്രവാചകനോടാണ്. അത് എല്ലാ കാലഘട്ടങ്ങളിലുള്ള പ്രവാചകന്മാരോടും മനുഷ്യന്റെ പ്രകൃതത്തെ തിരിച്ചറിയാൻ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നീ അവരോട് പോയി ചോദിച്ചു നോക്കൂ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സംവിധാനിച്ചവൻ ആരാണ് എന്ന് ചോദിച്ചു നോക്കൂ എന്ന് ആദ്യത്തെ ഖിതാബ് പ്രവാചകനോടാണ്. അപ്പൊ പ്രവാചകന്റെ ചുറ്റുമുള്ള നിഷേധികളായ മനുഷ്യരുടെ ഉൾബോധം, പ്രകൃതം എന്താണ് എന്ന് പ്രവാചകനെ അള്ളാഹു പഠിപ്പിക്കുന്നു. നമ്മളും ഇന്നത് കേട്ട് നമ്മുടെ പരിസരങ്ങളിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കും ലഭിക്കുന്ന ഉത്തരം ഇത്തരം ആളുകളിൽ നിന്ന് ലയഖൂലുന്നല്ലാ, അത് ഏകനായ ഒരു സ്രഷ്ടാവാണ് എന്ന അവരിൽ നിന്നുള്ള ഉത്തരാണ്. ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏത് ധിക്കാരിയും നിഷേധിയും അവന്റെ ഉള്ള് ഈശ്വര സത്യത്താൽ നിറഞ്ഞു നിൽക്കുന്നതാണ്.
ദൈവത്തെ സമ്മതിക്കുന്ന ഹൃദയ താളം അവനുണ്ട്, ഹൃദയബോധം അവനുണ്ട് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ലോകത്ത് ദൈവദൂതന്മാരാരും തന്നെ ദൈവം ഉണ്ടെന്ന് പറയാൻ വേണ്ടി വന്നവരല്ല എന്ന് ഈ വചനം പറയുന്നുണ്ട്. പിന്നെ പ്രവാചകന്മാർ എന്തിനാണ് വന്നത്? അവര് ഉണ്ടെന്ന് പറയുന്ന, മനുഷ്യൻ ഉണ്ടെന്ന് പറയുന്ന ഇഅ്തിറാഫ് ചെയ്യുന്ന സത്യത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതിന് അറബിയിൽ അളമത്ത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ, പ്രപഞ്ചനാഥന്റെ ഇടപെടലിനെ, അവന്റെ ജ്ഞാനത്തെ, അവന്റെ ഖദറിനെ, അവന്റെ തദ്ബീറിനെ എല്ലാം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് പ്രവാചകന്മാർ. കാരണം മനുഷ്യന് അവന്റെ സൃഷ്ടിപ്പിന് മുമ്പേ അവൻ എന്താക്കിയിട്ടുണ്ട്? അവന്റെ റബ്ബിനെ അവൻ ഏറ്റുസമ്മതിക്കുകയും അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ എന്ന് അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ മുഴുവനും പുറത്തു കൊണ്ടുവന്ന് അവനിൽ നിന്ന് അള്ളാഹു കരാറ് വാങ്ങുകയും ആ കരാറിനെ ഉണർത്തിക്കൊടുക്കുവാൻ പ്രവാചകന്മാർ വന്നു എന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് മറന്നു പോകുന്നത്? ഉണർത്തിക്കൊടുക്കുക എന്ന് പറഞ്ഞാല്, അതുകൊണ്ട് നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വാളയു എന്ന് പറഞ്ഞാല് ഉള്ളിൽ തന്നെ ഉള്ള ഒന്നിനെ ഒന്ന് ഉണർത്തി കൊടുക്കുകയാണ്, ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് അതിനെ. അപ്പൊ അതേപോലെ തന്നെ ദൈവദൂതന്മാര് മനുഷ്യൻ സമ്മതിച്ച, അവൻ സാക്ഷിയായ ഒന്നിനെ ഉണർത്തിക്കൊടുക്കുകയാണ്. അപ്പൊ എവിടെയോ വെച്ച് അവൻ അത് നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ട്. നഷ്ടപ്പെടുക എന്നുള്ളതല്ല, മറന്നു പോകുന്നുണ്ട്. നെടുവീർപ്പുകളിൽ മാത്രം അവന്റെ നാഥനെ അവൻ അറിയുകയും സ്വസ്ഥനാകുമ്പോൾ ആ സൃഷ്ടാവിനെ മറക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യന് വരുന്നുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള വല ഇൻസാൽത്തഹും എന്ന് തുടങ്ങി ചോദിക്കുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. വല ഇൻസാൽത്തഹും മൻ ഖലഖഹും, നീ അവരോട് ചോദിച്ചു നോക്കൂ അവരെ ആരാണ് സംവിധാനിച്ചവനെന്ന്. അവർ പറയും ലയഖൂലുന അല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, വാനലോകത്തിൽ നിന്നും നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുന്നവൻ ആരെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. വലഇൻ സഅൽതഹും മൻ സഖറ ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയവൻ ആരെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആകാശഭൂമികൾ നിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നവൻ ആരാണ്? അമ്മ യംലിക്കു സമഅവൽ അബ്സ്വാറ, നിങ്ങളെ കേൾവികളും കാഴ്ചയും രൂപപ്പെടുത്തിയവൻ ആരാണ്? വമൻ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്റിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, നിർജീവ വസ്തുവിൽ നിന്നും ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതും സംവിധാനിക്കുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, പ്രപഞ്ചത്തിന്റെ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ്? നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ. അവർ പറയും ലയഖൂലുന അല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും അള്ളാഹു എന്ന വാക്ക് ഉപയോഗിക്കും എന്നല്ല. മനുഷ്യരെ അള്ളാഹു ഭാഷ പഠിപ്പിച്ചു. അമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, പ്രപഞ്ചനാഥന്റെ ജഗദീശ്വരന്റെ ദൃഷ്ടാന്തമാണ് ഖൽഖുസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, വഖ്തിലാഫു അൽസിനത്തിക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷയിലും നിറത്തിലുമുള്ള വൈജാത്യങ്ങള്, ഫീഹി ആയാത്തുല്ലിൽ ആലിമീൻ, ഇതിൽ അഗാധജ്ഞാനികൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോ അള്ളാഹു പഠിപ്പിച്ച എല്ലാ ഭാഷയിലും മനുഷ്യൻ ഉത്കൃഷ്ടമായി കാണുന്ന ഒരു വാക്കിനെ ഉപയോഗിച്ച് അവൻ പ്രപഞ്ചത്തിന്റെ നാഥനെ അവൻ സമ്മതിക്കും എന്നാണ് ഈ പറയുന്നത്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർറി വൽ ബഹർ, ദൈവമാണ് നിങ്ങൾക്ക് കടലിലും കരയിലും വഴിയൊരുക്കിയവൻ. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ വഫരിഹൂ ബിഹാ, നിങ്ങൾ ശാന്തമായ സമുദ്രത്തിൽ സഞ്ചരിക്കവേ നിങ്ങൾ സന്തോഷത്താൽ നിങ്ങൾ നൃത്തം ചെയ്ത് യാത്ര ചെയ്യുന്നു.
എന്നാൽ ജാഅത്ത് ഹാ റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ, പെടുന്നനെ കൊടുങ്കാറ്റടിച്ച് സമുദ്രാഴിയിലേക്ക് നിങ്ങളുടെ കപ്പലിനെ കൊണ്ടുപോകാൻ തുനിയുമ്പോൾ മനുഷ്യരെ നിങ്ങൾ ആരെയാണ് വിളിക്കുക? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങൾ പൂർണ്ണ കീഴ്വണക്കത്തോടുകൂടി ദൈവത്തെ വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. നാം അവരെ രക്ഷിച്ചാലോ ഇതാകും ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു നന്ദിയും കൂടാതെ വൃത്തികെട്ടവരായി അവർ ഭൂമിയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ സമുദ്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവർ പ്രതിസന്ധി വന്നാൽ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നവരെല്ലാം അറബികളാണെന്ന് അർത്ഥം അല്ല. എല്ലാ ഭാഷക്കാരുണ്ടാവും. അവരവരുടെ ഭാഷയിൽ അവര് ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് അവര് പ്രപഞ്ചനാഥനെ ഏറ്റു സമ്മതിക്കും എന്നാണ് ഈ പറയുന്നത്. ഇവിടെയും നമ്മൾ ഇവിടെയും നമ്മള് നമ്മുടെ ഇവിടെയും നമ്മളുടെ പരിസരത്തിലുള്ള ആളുകളോട് ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളം സംസാരിക്കുന്ന ആളുകൾ അള്ളാഹു എന്ന് പറയുന്നതാണോ എന്റെ അർത്ഥം? അല്ല. അവര് അവരുടെ ഭാഷയിലുള്ള ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് അവർ പറയും. അപ്പൊ മനുഷ്യന്റെ പ്രകൃതം, അവന്റെ ശുദ്ധബോധം അവനൊരു ശക്തിയെ സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര നിഷേധിച്ചാലും എത്ര നിരാകരിച്ചാലും മനുഷ്യന്റെ ഉള്ളകം ആ സത്യത്താൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവരുടെ യഖൂലുന്നല്ല, നിശ്ചയമായും ഒരു ഏക മഹാശക്തിയാണെന്ന് അവർ പറയും. അപ്പൊ ഖുലിൽ ഹംദുലില്ലാ, നീ പറയണം അൽഹംദുലില്ലാ എന്ന് പറയണം. എന്തിനാ അൽഹംദുലില്ലാ എന്ന് പറയണത്? മനുഷ്യന് നമ്മളെ നിരാകരിക്കുന്ന ഒരു വ്യക്തി എവിടെയെങ്കിലും നമ്മുടെ അസ്തിത്വത്തെ സമ്മതിക്കുമ്പോൾ നമ്മൾ ഓൻ അതെങ്കിലും സമ്മതിച്ചല്ലോ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയില്ല. അപ്പൊ അള്ളാഹുവിനെ, സൃഷ്ടാവിനെ ഒരു മനുഷ്യൻ എല്ലായിടങ്ങളിലും നിരാകരിക്കുകയും എന്നാൽ അവനോടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൻ ആ സത്യത്തെ ഏറ്റു സമ്മതിക്കുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചനാഥനെ സ്തുതിക്കുക എന്നുള്ളത് അത് കേട്ടു നിൽക്കുന്ന മനുഷ്യന്റെ ബാധ്യതയാണ്. അപ്പോ ഇത് നിരന്തരം ചോദിക്കേണ്ടതുണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാനെന്ന് ഇമാം ഷഅറാബി പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ വൈഭവത്തെ അറിയാൻ, എങ്ങനെയാണ് പടച്ചോന് ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവന്റെ സ്രഷ്ടാവിന്റെ നാമത്തെ കുത്തിവെക്കുന്നത് എന്ന് തിരിച്ചറിയാന് നിങ്ങൾ ഈ ആയത്ത് കൊണ്ട് അമല് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. മനുഷ്യരോട് പോയിട്ട് ചോദിക്കണം, പറയണം. അപ്പോ അമല് ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങൾക്കൊരു സൗഭാഗ്യം നൽകും. ഖുലിൽ ഹംദുലില്ലാ എന്ന് പറയാനുള്ള സൗഭാഗ്യം നൽകുന്ന ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നത്? പടച്ചോനുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ആ സത്യത്തിന് കീഴ്പ്പെടാതെ പോകുന്നതിന്റെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഗാംഭീര്യം ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അവന്റെ മൂർത്തമായ ജ്ഞാനത്തെ ബോധ്യപ്പെടാതെ പോകുന്നത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഖീദയിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും മാത്രല്ല പഠിപ്പിക്കുക, അസ്മാ സിഫാത്തിലുള്ള തൗഹീദ് കൂടി പഠിപ്പിക്കും. അപ്പൊ അത് നന്നായി തിരിയണം. നന്നായി തിരിഞ്ഞവർക്ക് അള്ളാഹനെ നന്നായിട്ട് ബോധ്യപ്പെടും. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങളെ
ഒന്നും തന്നെ മറ്റൊന്നുമായി തുലനം ചെയ്യാതെ എന്താക്കും? മനുഷ്യന് അള്ളാഹിനെ ഉൾക്കൊള്ളും. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോ വളരെ അജ്ഞരായിക്കൊണ്ട് ചിലത് പറയാറില്ലേ? അതായത് ഇപ്പൊ ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അരികിലെത്താൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കാണണം എന്നാലും നമ്മളൊരു ഉപമിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയാണ് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് അള്ളാഹുലേക്ക് എത്താൻ പറ്റൂല എന്നും, എന്നാൽ ചില ആളുകളെല്ലാം മധ്യവർത്തികളാക്കണം എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അത് ശരിക്കും അഖീദയുടെ പണ്ഡിതന്മാരെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ഒരു ഷിർക്കിയൻ പ്രയോഗമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് അള്ളാഹുവിന്റെ സിഫത്തുകളെ അറിയാതെ പോകുമ്പോഴേ മനുഷ്യന് അവന്റെ ഇടയിലുള്ള അനീതിയുടെ സംവിധാനങ്ങൾ അവൻ എന്താക്കും? അവന് ഉപയോഗപ്പെടുത്തും. കാരണം മനുഷ്യന്റെ പരിമിതികളുണ്ട്. അതുപോലെ തന്നെ അവർക്കിടയിലുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പടച്ചോനുമായി ബന്ധപ്പെടുത്തി ഉപമിക്കുക എന്നുള്ളത് അത് അപകടകരമായ ഒരു സംഗതിയാണ്. അള്ളാന്റെ സിഫത്തുകളെ വേണ്ട രൂപത്തിൽ ബോധ്യപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പൊ അള്ളാഹു എന്നുള്ളത് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഏതോ ഒരു കുറെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും എല്ലാം ഉള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നൊരു തംസീൽ ചെയ്യുക എന്നുള്ളത് അത് തികച്ചും തെറ്റായ ഒരു സംഗതിയാണ്. അങ്ങനെ പിന്നെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഉപമിക്കാനോ പറ്റുന്ന ഒന്നല്ല സ്രഷ്ടാവ് എന്ന് പറയുന്നത്. അള്ളാഹു ആദിലാണ്, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, അള്ളാഹു വദൂദാണ്, അള്ളാഹു ലത്തീഫാണ് എന്നെല്ലാം പറയുമ്പോൾ അത് മനുഷ്യർക്കിടയിലുള്ള ഒന്നുമായി അതിനെ തുലനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിനപ്പുറം വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറമുള്ള, മനുഷ്യ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനപ്പുറമുള്ള ഒരു മഹാഗുണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ അതെല്ലാം പറയുമ്പോഴേ മനുഷ്യന് ചിലത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു ചില വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം അതുപോലെയാണ് എന്നല്ല. ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ ഒന്നുമില്ല. അപ്പോ മനുഷ്യൻ എന്താക്കാൻ പാടില്ല? അള്ളാഹുവിന് ഉപമകൾ ചമക്കാൻ പാടില്ല. ആ ഉപമകളിലൂടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട, സ്രഷ്ടാവുമായി ബന്ധപ്പെട്ട, പ്രപഞ്ചനാഥനുമായി ബന്ധപ്പെട്ട ഒന്നിനെ, ഒരു വിഷയത്തെ ഘടിപ്പിക്കാൻ പാടില്ല. കാരണം വല ഇൻസാൽത്തഹും എന്ന് ഇതുപോലെ ചോദിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ കുൽ എന്ന് പറയുന്നത് കാണാൻ പറ്റും. വല ഇൻ വയസ്അലൂനക അനിൽ അനിൽ മഹീദ്, അവര് മഹീദിനെ കുറിച്ച് ചോദിക്കുന്നു. വയസ്അലൂനക വയസ്അലൂനക അനിൽ അഹില്ലത്തി, അവർ അഹില്ലത്തിനെ കുറിച്ച് ചോദിക്കുന്നു. വയസ്അലൂനക അനിൽ റൂഹി, അവർ ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ച് ചോദിക്കുന്നു. അവിടെ എല്ലാം കുൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുന്നത് കാണാൻ പറ്റും. എന്നാല് അള്ളാഹുവിന്റെ ദാത്തിനെ കുറിച്ച് ഒരാള് ചോദിച്ചാല് ആ ചോദിക്കുന്നിടത്ത് കുൽ എന്ന് പറയാതെ കുല്ലിന്റെ ഒരു ഇടയാളന്റെ ആവശ്യം, കുൽ എന്ന വാക്കിന്റെ ആവശ്യമേ ഇല്ലാതെ അള്ളാഹു നേരിട്ട് തന്നെ തന്റെ ദാസനോട് സംസാരിക്കുന്ന, വളരെ മനുഷ്യന്റെ ചിന്തയെ ദീപ്തമാക്കുന്ന ഒരു ഇടപെടൽ അള്ളാഹു നടത്തുന്നത് കാണാം. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അവിടെ ഖുൽ ഫഇന്നി ഖരീബ് എന്നല്ല പറഞ്ഞ, ഖുൽ എന്ന വാക്കിന്റെ ഒരു ബന്ധം പോലും ആവശ്യമില്ല. വൈദാ സാലക ഇബാദി, എന്റെ അടിമകൾ അങ്ങയോട് എന്നെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, നബിയെ അങ്ങ് പറയൂ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? അള്ളാഹു ആ ചോദ്യത്തിന് നേരിട്ട് തന്നെ പെടുന്നനെ അത്തരത്തിലുള്ള വാക്കെന്ന ഇടയാളന്റെ ആവശ്യം പോലും ഇല്ലാതെ നേരിട്ട് തന്റെ ദാസനോട് അങ്ങ് സംസാരിക്കുക.
വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഓ, എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്! ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളോട് ഏറെ അടുത്തുള്ളവരാണ്. അപ്പോ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ടും അവന്റെ ഖുദ്റത്ത് കൊണ്ടും വലയം ചെയ്തു നിൽക്കുന്ന, നമ്മെ പൂർണ്ണമായി വലയം ചെയ്തു നിൽക്കുന്ന നാഥനോട് ചോദിക്കാൻ ഒരു ഇടയാളൻ വേണ്ടതുണ്ട് എന്നുള്ള വാദവും, ആ വാദത്തെ സ്ഥാപിക്കാന് അള്ളാഹുവിന്റെ മൂർത്തമായ നാമങ്ങളെ വളരെ ന്യൂനമായ മനുഷ്യന്റെ ദുർബല സംവിധാനങ്ങളുമായിട്ട് ഉപമിക്കലും അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഉപമിക്കാനേ പാടില്ല. ആ ഉപമ എന്ന് പറയുന്നത് അത് പിന്നെ അപകടകരമായ ഒന്നാണ് എന്ന് അഖീദയുടെ പണ്ഡിതന്മാരെല്ലാം വ്യാഖ്യാനിക്കും. അതുകൊണ്ട് അസ്മാ സിഫാത്തിലുള്ള ജ്ഞാനം നമുക്കും നമ്മുടെ മക്കൾക്കും നന്നായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹനെ നന്നായിട്ട് ബോധ്യപ്പെടണമെങ്കിലേ. അതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് സൂറത്ത് കഹ്ഫ് ചർച്ച ചെയ്ത് പോയപ്പോഴ് അവിടെ അള്ളാഹിന്റെ ദാത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ഏകവചനം ഉപയോഗിക്കുന്നു എന്നും, എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ബഹുവചനം ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? നഹ്നു നഅലമു, നാം അറിയുന്നു എന്നെല്ലാം അവിടെ അത്തരത്തിലുള്ള വാക്കുകൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ദാത്തിനെ കുറിച്ച് പറയുന്നിടത്ത് മാത്രം അന, ഞാൻ എന്ന് പറയുന്നു, ഒരു സിംഗുലർ ഉപയോഗിക്കുന്നു അവിടെ. അപ്പോ അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തിനെ നന്നായി ബോധ്യപ്പെടാതെ പോകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അത് നന്നായി മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടണം. അപ്പൊ നമുക്കും ചില തിരിച്ചറിവില്ലായ്മയുണ്ട്. അള്ളാഹിന്റെ അളമത്ത് എങ്ങനെ ബോധ്യപ്പെടല്? അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടല് ഗാഠമായ ചിന്തയിലൂടെ. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ സൂറത്ത് നഹ്ല്, അതുപോലെ തന്നെ സൂറത്ത് അനാം, ഇതെല്ലാം ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ നമ്മളിങ്ങനെ അതിന്റെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ട് ആ ഓരോ വചനങ്ങളിലൂടെയും പ്രപഞ്ചത്തിന്റെ ആ അഗാധതയിലേക്ക് നമുക്ക് ഇങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും. നമ്മുടെ ഉള്ളുകൊണ്ട് കടന്നു ചെല്ലാൻ പറ്റും. മനുഷ്യനെ അള്ളാഹു ഇങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ഹുവല്ലദി അൻസല മിനസ് സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. ഹുവല്ലദി, കണ്ട, അവനാണ്. അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ഹുവല്ലദി അൻസല മിനസ് സമാഇ മാഅൻ, ഹുവല്ലദി അൻസല മിനസ് സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. അള്ളാഹു മഴ വർഷിപ്പിച്ച് അതിലൂടെ വിവിധ നിറങ്ങളുള്ള സസ്യലതാദികൾ അള്ളാഹു മുളപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാടുണ്ട്. വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ, രാത്രിയെയും പകലിനെയും അവൻ കീഴ്പ്പെടുത്തി. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, എല്ലാ ഗ്രഹങ്ങളും അതിന്റെ ഭ്രമണപഥങ്ങളിൽ അത് വീഴ്ചയില്ലാതെ, തെറ്റാതെ, പിഴക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഖിലൂൻ. ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കുന്നവർക്കുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു മുളപ്പിക്കുന്ന സസ്യലതാദികൾ.
അതിൽ ചിന്തിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് മഹാപാഠമുണ്ട്. വഹുവല്ലദീ സഖറൽ ബഹറ, അവൻ തന്നെ നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ്യ വതസ്തഖ്രിജൂ മിൻഹു ഹില്യതൻ തൽബസൂനഹാ വതറൽ ഫുൽക മവാഖിറ വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു അതിൽ നിന്ന് പവിഴങ്ങളെ പുറത്തെടുക്കുവാൻ, മാംസങ്ങൾ, നല്ല ശുദ്ധമായ മാംസങ്ങൾ ഭക്ഷിക്കുവാൻ അള്ളാഹു നിങ്ങൾക്ക് സമുദ്രത്തെ കീഴ്പ്പെടുത്തി. തന്റെയുമല്ല അതിന്റെ മുകളിലൂടെ നിങ്ങൾ കപ്പലിനെ ഓട്ടിക്കുന്നു. ഇതിനെല്ലാം നന്ദി കാണിക്കാൻ ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ് വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും വഅൻഹാറൻ വസുബുല. ഭൂമി അത് നിങ്ങളെ കൊണ്ട് ഇളകിപ്പോവാതിരിക്കാൻ, അത് ചാഞ്ഞു പോവാതിരിക്കുവാൻ അള്ളാഹു അതിന്റെ മുകളിൽ മലകളെ നാട്ടിയിരിക്കുന്നു. അതിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വലിയ സൂറത്ത് കഹ്ഫിൽ നമ്മൾ നന്നായി അൽഹംദുലില്ലാഹ് പറഞ്ഞു പോയിട്ടുണ്ട്. വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും അൻഹാറൻ വസുബുലൻ ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ വഴി കണ്ടെത്താൻ. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون وعلامات وبالنجم هم يهتدون. എന്നിട്ട് ചോദിക്കാം അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. എല്ലാ സൃഷ്ടിപ്പുകൾ നടത്തുന്നവരും നടത്താത്തവരും സമമാകുമോ? വഇൻ തഉദ്ദൂ നിഅമതല്ലാഹ്, നിങ്ങൾ അള്ളാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എണ്ണിയാല് നിങ്ങൾക്ക് അത് തിട്ടപ്പെടുത്താൻ പറ്റൂല. അള്ളാഹു ഏറെ പൂർത്തു തരുന്നവനാണ്. അള്ളാഹു നിങ്ങളോട് ഏറെ മാപ്പ് നൽകുന്നവനാണ്, നിങ്ങൾക്ക് ഏറെ മാപ്പ് നൽകുന്നവനാണ്. സൂറത്ത് നഹലിലാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. സൂറത്ത് അൻആമിലേക്ക് തുടക്കം മുതലേ അള്ളാഹു ആ മഹാ അത്ഭുതങ്ങളെ കുറിച്ച്, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞു പോവാണ്. സൂറത്ത് അൻആമിൽ തുടങ്ങുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. സൂറത്ത് അൻആം തുടങ്ങുന്നത് തന്നെ അള്ളാഹ്ക്ക് ഹംദ് പറഞ്ഞിട്ടും കൂടിയാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അദ്ദുലുമാതി വന്നൂർ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ. പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതിനുശേഷം മഴയുടെ വർഷം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞു പോവുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിനപ്പുറം ആ നാഥന് കീഴ്പ്പെട്ട് ആ സ്രഷ്ടാവിന്റെ മുമ്പിൽ വിനയാന്വിതനായി ജീവിക്കാൻ ഒന്ന് പ്രപഞ്ചത്തിലേക്ക് അഗാധമായി നോക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ ധിക്കാരം വെടിയും, അഹങ്കാരം വെടിയും, അവൻ മാന്യനാവും, അവൻ വിനയാന്വിതനാകും. അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടാതെ പോകുമ്പോഴേ അവൻ ധിക്കാരിയാവും, അഹങ്കാരിയാകും, ഒരു മാന്യതയും ഉണ്ടാവില്ല, ഒരു വിനയവും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് സംഭവിക്കുക. നമ്മൾ ആർക്ക് മുമ്പിലാണ് വിനയം കാണിക്കുക? നമ്മേക്കാളും വലിയവന്റെ മുമ്പിലാണ് വിനയം കാണിക്കുക. അപ്പൊ ഞാൻ തന്നെ വലിയവനാണ് എന്ന് ധരിച്ചാല് പിന്നെ വിനയം ഉണ്ടാകും, വിനയം ഉണ്ടാവില്ല. അപ്പൊ അഹങ്കാരാണ് ഉണ്ടാകുക. അപ്പൊ അള്ളാഹു അല്ലാമുൽ ഗുയൂബാണ്. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് മാത്രമാണ് കിബർ എന്ന് പറയുന്ന വസ്ത്രം ധരിക്കാനുള്ള അർഹത ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് അൽ കിബറു രിദാഇ എന്ന് പറയുന്നതിലും അതുകൊണ്ടാണ്. അള്ളാഹു സർവജ്ഞാനിയാണ്. ആലയാ ഇബ്ലീസു മാലക്ക അല്ലാ തകൂന മഅ സാജിദീൻ, എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്തവരോടൊപ്പം ചേരാതിരുന്നത്? അപ്പൊ ഖാലല്ലം അകുല്ലി അസ്ജുദലി ബശരിൻ, അങ്ങനെ എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല എന്നാ. അസ്ജുദലി ബശരിൻ ഖലഖ്തഹു മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അങ്ങനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരുത്തന്റെ മുമ്പിൽ എനിക്ക് അങ്ങനെ സുജൂദ് ചെയ്യാൻ പറ്റൂല. ഖാലലം അകുല്ലി അസ്ജുദലി ബശരിൻ ഖലഖ്തഹു മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. അപ്പോ ആരിൽ നിന്നാണുള്ള കൽപ്പന എന്നതിനെ നിരാകരിക്കുന്നു. എന്തുകൊണ്ടാണ്? പിന്നെ പൊട്ടത്തരമാണ്. ഈ അഹങ്കാരം വരുന്നതെല്ലാം പൊട്ടത്തരത്തിന്റെ പിറകിൽ നീക്കാൻ.
മഹാ അജ്ഞതയുടെ പിറകിൽ നീക്കാൻ അഹങ്കാരം ഉണ്ടാകുക. അതുകൊണ്ടാണ് പിശാചിന് മറന്നുപോയൊരു സംഭവമുണ്ട്. അതായത് അഗ്നിയിൽ ഞാൻ എരിക്കപ്പെടില്ല എന്നുള്ളത്. നാം ഷാറാവി അതിനെ വിശദീകരിച്ച് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മഹാ അളമത്തിനെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ധിക്കാരം പ്രകടിപ്പിക്കാൻ പറ്റിയത്? അതെന്തുകൊണ്ടാണ്? അവിടെ അയാൾക്കൊരു അറിവില്ലായ്മയുണ്ട്. കാരണം അയാൾ സ്വയം പറയണത് ഹലത്തനീ മിൻ നാരിൻ വ ഹലത്തഹു മിൻ തീൻ എന്നാണ്. അപ്പം അഗ്നി കൊണ്ട് സൃഷ്ടിച്ച എന്നെ അഗ്നിയാൽ കരിക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സേഫ് ആയിരിക്കും, ഇങ്ങനെ ചെയ്താലും ഞാൻ സുരക്ഷിതനായിരിക്കും എന്ന ഒരു അറിവില്ലായ്മയാണ്. പക്ഷേ ആ അഗ്നി കൊണ്ട് സൃഷ്ടിച്ചവനെ അഗ്നിയാൽ തന്നെ കരിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്നു. യൗമുൽ ഖിയാമ എന്ന് പറയുന്നത് നിലവിൽ മനുഷ്യൻ അറിയുന്ന കാണുന്ന ഒന്നിനപ്പുറം അവൻ അനുഭവിക്കുന്ന അറിഞ്ഞ ഒരു വ്യവസ്ഥക്കപ്പുറമുള്ള മറ്റൊരു അള്ളാഹുവിന്റെ ബലിഷ്ഠമായ മറ്റൊരു വ്യവസ്ഥിതിയാണത്. അവിടെ അവന്റെ ചിന്തകൾക്ക് കാഴ്ചകൾക്കെല്ലാം അപ്പുറമുള്ള ഒന്നിലൂടെയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുക. അപ്പോ അഗ്നിയാൽ സൃഷ്ടിച്ച ഞാൻ എങ്ങനെ അഗ്നി കൊണ്ട് കരിക്കപ്പെടും എന്നുള്ള അവന്റെ തെറ്റായ ബോധമുണ്ടല്ലോ, ആ ബോധത്തെ പിശാചിന് ഇബ്രാഹിം നബിയിലൂടെ പിന്നീട് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മനുഷ്യന്, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് അറിവില്ലായ്മയാണ് എല്ലാ അഹങ്കാരങ്ങളിലേക്കും ധിക്കാരങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. പുതിയ ലോകത്ത് നമുക്ക് ചുറ്റും ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദൈവദൂതന്മാരെ നിരാകരിച്ചു കൊണ്ടിരിക്കുന്ന, അവരെ അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന, ചെറിയ ചെറിയ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി സത്യത്തെ ഒറ്റുകൊടുക്കുന്ന, അതിനെ പാവപ്പെട്ട പിന്നെ ജനവിഭാഗങ്ങളെ ശത്രുവിനെ ഒറ്റുകൊടുക്കുന്ന, അല്ലെങ്കിൽ ശത്രുവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെല്ലാം നോക്കിയാൽ മതി. ശത്രു എന്ന് പറയുന്നത് അനീതിയുടെ അധർമ്മത്തിന്റെ വാർത്താക്കളെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോ ഈ അഹങ്കാരം വല്ലാതെ നിലനിൽക്കുന്നത് കാണാൻ പറ്റും. അവരുടെ ഉള്ളും നാം ഈ പറഞ്ഞതുപോലെ ഈ സത്യത്താൽ ബന്ധിതമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല എന്നുകൂടി അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അളമത്ത് തിരിയുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹുവിന്റെ മഹാകുദ്റത്തിനെ തിരിയുക എന്നുള്ളതാണ്. അള്ളാഹു എന്നെ അവന്റെ ഇൽമ കൊണ്ടും അവന്റെ കുദ്റത്ത് കൊണ്ടും വലയം ചെയ്തു നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഉപമ പിന്നെ പ്രകാശമാണ് എന്നല്ല, അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു ആകാശഭൂമിയുടെ പ്രഭയാണെന്ന് പറഞ്ഞത്. പിന്നെ ആ പ്രഭയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹു പ്രകാശം പോലെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിഷയത്തെ അവതരിപ്പിക്കല്ല. മറിച്ച് അള്ളാഹു നൂറു സമാവാതി വൽ അർദി മസലു നൂരിഹി കമിഷ്കാത്തിൻ എന്ന് പറഞ്ഞ് അള്ളാഹു ആകാശഭൂമികളുടെ പ്രഭയാണെന്ന് പറഞ്ഞ് ആ പ്രഭയെ പിന്നീട് വർണ്ണിക്കുകയാണ്. അപ്പോ ആ വെളിച്ചം എന്നുള്ളത് അതിനെ വ്യാഖ്യാനിക്കാനോ വരക്കാനോ ഒന്നും കഴിയില്ല. എന്നാൽ അത് അവനെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്, പൂർണ്ണമായി മൂടി നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് അവന് പുറത്തു കിടക്കാൻ പറ്റൂല. അപ്പോ അത്തരത്തിലുള്ള മനുഷ്യൻ അവന്റെ ചിന്തയിൽ പ്രഭയെക്കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഉണ്ടായ വലിയ മാറ്റമാണ് അവന്റെ വിജ്ഞാന ലോകത്ത് അവൻ സൃഷ്ടിച്ചത്. അപ്പോ അള്ളാഹു അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനെ പൂർണ്ണമായി വലയം ചെയ്തു നിൽക്കുന്നു. ഒരു നിമിഷം പോലും അവന്റെ ദൃഷ്ടിയിൽ നിന്നോ അവന്റെ നോട്ടത്തിൽ നിന്നോ മനുഷ്യൻ മാറിപ്പോകുന്നില്ല. അവന്റെ ഉള്ളുപോലും വ്യത്യസ്തങ്ങളായ റേകളൊക്കെ നമ്മളിതെല്ലാം പറഞ്ഞു പോയൊരു വിഷയങ്ങളാണ്. അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്ന മനുഷ്യൻ അള്ളാഹു നൂറു സമാവാതി വൽ അർദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നന്നായി അവന് ബോധ്യപ്പെടും. പക്ഷെ അത് പഠിക്കുന്ന നമുക്കും അത് ബോധ്യപ്പെടാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ദുർബലത മാത്രമാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതായാലും മനുഷ്യൻ ആളുകളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ, ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ?
അവൻ ലയഖൂലുനല്ലാ എന്ന് പറയും. അപ്പോ ഒന്ന് എല്ലാരും ഒന്ന് പുറത്തു പോയിട്ട് ഒന്ന് ചോദിച്ചിട്ട് അത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് അള്ളാഹു പറയാൻ കൽപ്പിച്ച ഒന്നിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ആയത്തിന് ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകാന് നമ്മൾ എന്താക്കണം, ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ കൊള്ളാം. ബൽ അക്തറും ലാ യഅലമൂൻ, പക്ഷെ അധിക പേരും അത് അറിയുന്നില്ല. ആ അറിവില്ലായ്മയാണ് പ്രശ്നം. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി, അള്ളാഹുവിനാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. ഇന്നല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്. അള്ളാഹ്ക്ക് നിങ്ങളെ പിന്നെ ഹംദൊന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. നിങ്ങൾ അള്ളാഹ്ക്ക് ഹംദ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. വഇൻ ശകർത്തും ശകർത്തും ലി അൻഫുസിക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ നന്ദി കാണിക്കുകയാണ്. വഇൻ കഫർത്തും, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു ഹമീദാണ്. ഈ സൂറത്തിൽ തന്നെ അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞു വെച്ച ആ ആയത്തിന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗനിയ് എന്ന് മുമ്പിൽ പറയുകയും ഹമീദ് എന്ന് ശേഷം ഒരു സിഫത്തിനെ ശേഷം പറയുകയും ചെയ്തത് എന്നെല്ലാം നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് നോക്കുക. കാരണം നമ്മൾ ചിലപ്പോ ഈ ആയത്തിൽ പറഞ്ഞു പോകുമ്പോഴേ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞു പോകും. അത് വീണ്ടും വീണ്ടും ഉണർത്തൽ മാത്രമാണ്. ഇപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് 5 നേരവും ഒരേ ശബ്ദത്തിൽ അദാൻ ഇങ്ങനെ കൊടുക്കേണ്ടത് എന്ന് ചിലവർ ചോദിക്കാറില്ലേ? മനുഷ്യൻ ഇങ്ങനെ മറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നീയല്ല വലിയവൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു. മനുഷ്യൻ നന്ദി കെട്ടവനായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നന്ദി കാണിക്കാൻ വരൂ എന്ന് അള്ളാഹു ഹയ്യാല സ്വലാ, മനുഷ്യർക്ക് നന്ദി കാണിക്കാൻ വേണ്ടി വരുന്ന അള്ളാഹു സ്നേഹത്തോടു കൂടി പറയും. മനുഷ്യന് വിജയം എന്നുള്ളത്, ജീവിത വിജയം എന്നുള്ളത് മനുഷ്യൻ അവൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടിലൂടെ അവൻ വ്യാഖ്യാനിക്കും. അപ്പൊ അള്ളാഹു പറയും ഹയ്യാൽ ഫലാ, നിങ്ങൾ ഈ ഞാൻ പറയുന്ന ഒരു വിജയത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയും. അത് നിരന്തരം പറഞ്ഞ് നിരന്തരം കേൾപ്പിച്ച് മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ ജീവിതത്തെയും അവൻ ഒരു താളാത്മകമാക്കുക എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ആ പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചിലതിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ വീണ്ടും വീണ്ടും ആവർത്തിക്കും. നമ്മൾ ദിവസം ഒരു പക്ഷേ കേൾക്കുന്ന. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.